കോഴിക്കോട് NIT നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേന്മയ്ക്കപ്പുറത്തേക്ക് സമീപകാലത്ത് ആ സ്ഥാപനത്തെ വാർത്തകളിൽ ഇടം പിടിപ്പിച്ചത് ഒരുപാട് വിവാദങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അവിടുത്തെ ഒരു അധ്യാപികയായ ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന പ്രൊഫസർ ഗോഡ്സെയെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. വലിയ പ്രതിഷേധമെന്ന് ഇരമ്പിയാർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗോഡ്സെയെ അനുകൂലിക്കുന്ന സംഘപരിവാർ നിലപാടിൻ്റെ ഭാഗമാണ് NIT പ്രൊഫസറുടെ നടപടിയെന്ന വലിയ വിമർശനങ്ങൾ അന്ന് കേട്ടു. വലിയ പ്രതിഷേധങ്ങൾ അന്ന് ക്യാമ്പസിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗോഡ്സെയെ അനുകൂലിക്കുന്ന പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 7 മുതൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീനായാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ ഗോഡ്സെയെ പ്രകീർത്തിച്ച് ഇവർ കമൻ്റ് ഇട്ടത്. അതന്ന് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അതുപോലെയാണെന്ന് തോന്നുന്നു. ഗോഡ്സെയെ അനുകൂലിച്ച് കമൻ്റ് ഇടുന്നു, വലിയ വിവാദങ്ങൾ വരുന്നു, ഒരു നടപടിയും എടുക്കാതെ അവരെ സംരക്ഷിച്ച് നിർത്തുന്നത് നമ്മളന്ന് കണ്ടതാണ്. അതിനുശേഷം ഇപ്പോഴിതാ അവർക്ക് ഈ പ്രൊഫസർ എന്ന തസ്തികയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന പദവിയായ ഡീൻ എന്ന പദവിയിലേക്ക് പ്രൊമോഷൻ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോഴിക്കോട് NIT-യിൽ. ഈ ഗോഡ്സെയെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഈ രീതിയിൽ ഒരു പ്രൊമോഷൻ നൽകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഗോഡ്സെയെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഗോഡ്സെയെ ആരാധിക്കുന്ന ഒരുപാട് സംഘപരിവാർ നേതാക്കളെ നമുക്കറിയാം. പരസ്യമായും രഹസ്യമായും ആരാധിക്കുന്ന ഒരുപാട് നേതാക്കളെ നമുക്കറിയാം. ഒരുപാട് ഉന്നത നേതാക്കൾ വരെ ആ കൂട്ടത്തിലുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ NIT പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടവയ്ക്കും, വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഈ ഏപ്രിൽ 7 മുതൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീനായിട്ടാണ് ഇവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാ ഗോഡ്സെ പ്രേത വിളയാട്ട കാലമല്ലേ മോദിയുടെ ഭരണകാലം എന്ന് ചോദിക്കുന്നുണ്ട് ബിലാൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് മാനവികതയുടെ ഹൃദയഭാഷ്യം അറിയില്ല എന്നെഴുതുന്നു നമ്മുടെ മറ്റു ചില സുഹൃത്തുക്കൾ. ഏതായാലും വലിയൊരു വിഷയം തന്നെയാണ് ഇത്. വലുതായി ചർച്ച ചെയ്യേണ്ടതാണ്. അതിനപ്പുറം വലിയ പ്രതിഷേധം ഉയരേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന കേസിലെ പ്രതിയെ കൊന്നയാളെ അഭിനന്ദിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഈ രീതിയിൽ പ്രൊമോഷൻ നൽകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മേഘ കോഴിക്കോട് നിന്ന് നമ്മുടെ ഒപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് കോഴിക്കോട് NIT-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കോഴിക്കോട് NIT വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. അവിടുത്തെ പഠന മികവിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപക മേന്മയുടെയോ പേരിലല്ല ആ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഗോഡ്സെ അനുകൂലിച്ച പ്രൊഫസർക്ക് ഡീനായി സ്ഥാനക്കയറ്റം നൽകുന്നു എന്ന വിവാദത്തിൻ്റെ പേരിലാണ്. വെറും വിവാദം എന്നതിനപ്പുറത്തേക്ക് ആ നടപടി നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? സംഘപരിവാർ അനുകൂല ചിന്തകൾക്ക് അല്ലെങ്കിൽ ഗോഡ്സെയെ അഭിനന്ദിക്കുന്നവർക്ക് പ്രൊമോഷൻ നൽകുക എന്ന് പറയുമ്പോൾ ഗാന്ധിജിക്ക് ഈ ഭരണകൂടം എന്ത് വിലയാണ് നൽകുന്നത്? മനു, വലിയ പ്രതിഷേധത്തിന് ഇടവെക്കുന്നത് തന്നെയാണ് NIT-യുടെ ഈ തീരുമാനം എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇതിനു മുൻപും NIT സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് പല തവണയായി വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഷൈജ ആണ്ടവന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. ഗാന്ധി രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കമന്റ് ചെയ്യുന്നത്. ഗോഡ്സെ ഇന്ത്യയുടെ അഭിമാനം എന്നതായിരുന്നു ഈ പ്രൊഫസർ ഫേസ്ബുക്കിൽ ഇട്ട കമന്റ്. ആ കമന്റിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. അതിനു പിന്നാലെ ഷൈജ ആണ്ടവനെതിരെ കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും കേസ് നിലനിൽക്കവെയാണ് ഇത്തരത്തിലൊരു പ്രൊമോഷൻ നൽകിയിരിക്കുന്നത്. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീൻ ആയിക്കൊണ്ടാണ് ഷൈജ ആണ്ടവന് നിയമനം നൽകിയിരിക്കുന്നത്. NIT-യുടെ തീരുമാനം സീനിയോറിറ്റി ഉൾപ്പെടെ മറികടന്നുകൊണ്ടാണ് എന്ന വലിയ ആക്ഷേപവും നിലനിൽക്കുന്നു. ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കെ കൂടിയാണ് ഷൈജ ആണ്ടവന് പ്രൊമോഷൻ നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കും. എന്ത് മെസ്സേജാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലൂടെ NIT കൺവേ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഏപ്രിൽ 7 മുതലാണ് 2 വർഷത്തേക്ക് എന്നതാണ് നിലവിലെ ഈ ഓർഡറിൽ കൃത്യമായി പറയുന്നത്. പക്ഷേ അത് സ്ഥിരമായി തന്നെ നിലനിൽക്കും എന്ന തരത്തിലാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട സാഹചര്യം
വിവരമാണ് ഉള്ളത്. ഈ പരാമർശം നടത്തുന്നത് കഴിഞ്ഞ വർഷമാണ്. അതിനു പിന്നാലെ NIT ഉൾപ്പെടെ ഈ അധ്യാപികയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. NIT ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അതേ വ്യക്തിക്കാണ് ഇപ്പോൾ നിലവിൽ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. പ്രൊഫസർ പ്രിയ ചന്ദ്രന്റെ ഒഴിവിലേക്കാണ് ഇത്തരത്തിൽ നിയമനം നൽകിയിരിക്കുന്നത് എന്നാണ് ഈ ഓർഡറിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഹിന്ദു മഹാസഭ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്നൊരു പോസ്റ്റിനു താഴെയായിരുന്നു കഴിഞ്ഞ വർഷം, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഷൈജ ആണ്ടവൻ കമന്റ് ഇടുന്നത്. ഇന്ത്യയുടെ അഭിമാനമാണ് ഗോഡ്സെ എന്നതായിരുന്നു ആ കമന്റ്. അതിനു പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് അത് പോലീസ് കേസെടുക്കുന്നത്. ഏതായാലും അവർക്ക് തന്നെ ഒരു സ്ഥാനക്കയറ്റം, ഡീൻ എന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് ഒരു വലിയ ചുമതലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള NITയുടെ തീരുമാനം അത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവെക്കും എന്നത് തീർച്ചയാണ്. ശരി, ഏതായാലും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഗോഡ്സെയെ അനുകൂലിച്ച വ്യക്തിക്ക് പ്രൊമോഷൻ നൽകുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട, ഏറെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താണ് കോഴിക്കോട് NITയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. വിവരങ്ങളാണ് മേഘ കോഴിക്കോട് നിന്ന് നൽകിയത്.